എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. ആഘോഷങ്ങൾ എല്ലാവർക്കും ആനന്ദം പകരുന്നതാണ്. ആഘോഷിക്കാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല. അതിൽ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലുള്ള ആഘോഷമാണ്. എന്നാൽ ആഘോഷങ്ങൾ അതിരുകടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ജന്മദിന ആഘോഷം അതിരുകടക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ മക്കളിൽ 7 പുത്രന്മാരും താന്താൻ്റെ ദിവസത്തിൽ അല്ലെങ്കിൽ അവരവരുടെ ബർത്ത്ഡേയിൽ ഒരുമിച്ച് കൂടി വരികയും അവിടെ വീഞ്ഞു കുടിച്ച് മത്തരായി ആനന്ദിക്കുകയും ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു. എന്നാൽ അവരുടെ ആഘോഷത്തിൻ്റെ വട്ടം തികയുമ്പോൾ ഇയ്യോബ് മക്കളെ വിളിച്ചു വരുത്തി അവരെ ശുദ്ധീകരിക്കുകയും അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുകയും ചെയ്യുന്ന അനുഭവമുണ്ടായിരുന്നു. എന്നിട്ട് ഇയ്യോബ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: കർത്താവേ, എൻ്റെ മക്കൾ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ മൂത്ത സഹോദരൻ്റെ ബർത്ത്ഡേയിൽ അവർ ആ സഹോദരൻ്റെ വീട്ടിൽ കൂടി വന്നു. അവരാഘോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കുമ്പോൾ, അവരുടെ ആഘോഷം അതിരുകടക്കുമ്പോഴാണ് ഇയ്യോബിൻ്റെ വയലിൽ നിന്ന് ഒരുവൻ വന്ന് ഇയ്യോബിനെ വിവരമറിയിക്കുന്നത്: നിന്റെ കാളകളും പെൺകഴുതകളും വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അടുത്തവൻ വന്ന് പറയുകയാണ്: ഇതാ ആകാശത്ത് നിന്ന് ദൈവത്തിൻ്റെ തീ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് കർത്താവ് തമ്പുരാൻ ഇയ്യോബിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി സാത്താൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്നാണ്. എന്നാൽ തലമുറകൾ ചെയ്ത പാപത്തിൻ്റെ നിഴല് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അടിച്ചത് ആരും കണ്ടില്ല. ഇന്ന് പകലിൽ എന്തിനാണിത് ഓർമ്മിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മളും ആഘോഷത്തിന് ആഗ്രഹമുള്ളവരാണ്, ആഘോഷിക്കാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ നമ്മുടെ ആഘോഷങ്ങളൊന്നും അതിരുകടക്കരുത്. നമ്മുടെ തലമുറകളുടെ ആഘോഷങ്ങളൊന്നും അതിരുകടക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ആഘോഷങ്ങൾ അതിരുകടന്നാൽ ഇങ്ങനെ ചില നഷ്ടങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഇങ്ങനെ ചില പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വരും. അവിടെ നമ്മളെ സഹായിക്കാൻ ആരും വന്നെന്നിരിക്കില്ല. ഇവിടെ ഇയ്യോബ് നിഷ്കളങ്കനും നിർദോഷനും ദൈവത്തിന് പ്രിയപ്പെട്ടവനും ഒക്കെ ആയിരുന്നതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാൻ സാധിച്ചു. എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ അതിരുകടക്കാതെ ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന ജന്മദിനങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും അവൻ്റെ കരുണയാണെന്നും മനസ്സിലാക്കി കർത്താവിന് നന്ദി പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ട ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഓരോ വർഷവും നീ നൽകുന്ന ജന്മദിനങ്ങൾ ആഘോഷ തിമിർപ്പിന് വേണ്ടിയിട്ടുള്ളതല്ലപ്പാ. കർത്താവേ, നീ എനിക്ക് ഒരു ദിവസത്തെ ആയുസ് കൂടെ ദീർഘിപ്പിച്ചു തന്നല്ലോ എന്ന് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് കാണപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.